ഇത് നമ്മൾ ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റും ഉപയോഗിച്ചിട്ട് എക്സാം റിസൾട്ട് എൻക്വയറീൻ്റെ ഒരു സ്ക്രീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പറും ഇമെയിൽ ഐ ഡിയും അടിക്കുകയാണ്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ആ രജിസ്റ്റർ നമ്പറിൻ്റെ റിസൾട്ട് വരുന്നതാണ് ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ എക്സലിൻ്റെ ഇൻ്റർമീഡിയറ്റ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ അഫ്സൽ എന്നൊരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ക്വറി ആയിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ ഫോം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു നെയിം കൊടുക്കുക. എക്സാം റിസൾട്ട് ഇൻക്വയറി എന്ന നെയിം കൊടുക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, എൻറ്റർ യുവർ രജിസ്റ്റർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഷോർട്ട് ആൻസർ ആക്കുക. അതുപോലെ ഇവിടെ റിക്വയർഡ് എന്നുള്ള ഫീൽഡ് ടിക്ക് ഇടുക. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടെ എൻറ്റർ യുവർ ഇമെയിൽ ഐ ഡി എന്നടിക്കുക. അതും ഷോർട്ട് ആൻസർ തന്നെയാണ്. എന്നിട്ട് ഇവിടെ കൺഫർമേഷൻ മെസ്സേജ് കിട്ടാനായിട്ട് സെറ്റിങ്സിൽ പ്രസൻറ്റേഷനിൽ ഇവിടെ കൺഫർമേഷൻ മെസ്സേജ് ഉണ്ട്. അവിടെ നമ്മൾ യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്, ചെക്ക് യുവർ ഇമെയിൽ ഫോർ ദ എക്സാം റിസൾട്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ റെസ്പോൺസ് എടുക്കുക. എന്നിട്ട് ലിങ്ക് ടു ഷീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു കിട്ടുന്ന ഗൂഗിൾ ഫോം സബ്മിഷൻസൊക്കെ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇതൊന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സ്റ്റാമ്പും അവരുടെ രജിസ്റ്റർ നമ്പർ ഇമെയിൽ ഐ ഡിയും ഇവിടെ വരുന്നതായിരിക്കും. അതിന് നമുക്ക് എക്സാം റിസൾട്ട് റെസ്പോൺസ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കാം. ഇവിടെ എക്സാം റിസൾട്ട് റെസ്പോൺസ് എന്ന് ഹെഡിങ് കൊടുക്കാം. അടുത്തത് നമ്മൾ ഇതിൽ തന്നെ ഒരു ഷീറ്റും കൂടി ആഡ് ചെയ്യാം. അതിന് നെയിം കൊടുക്കുക റിസൾട്ട്സ് എന്ന്. എന്നിട്ട് അതിൽ ഇതുപോലെ നമ്മളുടെ റിസൾട്ട് കോപ്പി ചെയ്യാം. അതായത് നമ്മൾ ഈ എക്സാം ഈ അടുത്ത് നടത്തിയതിൻ്റെ റിസൾട്ട്, രജിസ്റ്റർ നമ്പർ, നെയിം ആരാണോ സ്റ്റുഡൻ്റ് അവരുടെ നെയിം, സബ്ജക്റ്റ്, ടോട്ടൽ എന്നുള്ള രീതിയിൽ നമ്മൾ റിസൾട്ട് ഈ ഒരു ഷീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡാറ്റ. അപ്പോൾ നമുക്കിവിടെ 50 കുട്ടികളുടെ ഡാറ്റ ഉണ്ട്. ഇതുപോലെ നമുക്ക് എത്ര കുട്ടികളാണോ ഉള്ളത് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തത് അവരുടെ മൊത്തം റിസൾട്ട് ഈ ഒരു ഷീറ്റിലേക്ക് അടിക്കുക. ഇപ്പോൾ നമുക്ക് ഡാറ്റയായി. ഇനി ഇത് ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു മെയിൽ റിട്ടേൺ പോകണം. അതിന് നമുക്കൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് സ്ക്രിപ്റ്റ് എടുക്കുക. ഇതിൽ കുറച്ച് കോഡ് കാണാം. ഈ കോഡിന് പകരം ഞാനിവിടെ നോട്ട് പാഡിൽ തരുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഇതിലേക്ക് ഇവിടെയുള്ള കോഡ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു നെയിം കൊടുക്കുക. കോഡ് എന്ന് നെയിം കൊടുക്കുകയാണ്. റീനെയിം ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. Ctrl+S ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം ഒന്ന് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻ നമ്മൾ കൊടുക്കുക. റിവ്യൂ പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് എടുക്കുക. ഗോ ടു കോഡ് അൺസേഫ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് പെർമിഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്തു. അപ്പോൾ ഇതിലൊരു എറർ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കാം. അടുത്തത് നമ്മൾ ഇതിൽ ഓട്ടോമെയിൽ പോകാനായിട്ടൊരു ട്രിഗർ സെറ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ ട്രിഗേഴ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് ട്രിഗറിൽ ക്ലിക്ക് ചെയ്യുക. അതിലിവിടെ ചൂസ് വിച്ച് ഫംഗ്ഷൻ ടു റൺ എന്നുള്ളിടത്ത് സെൻഡ് എക്സാം റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ഇവൻ്റ് സോഴ്സ് എന്നുള്ളത് സ്പ്രെഡ്ഷീറ്റ് ആക്കുക. അതുപോലെ സെലക്ട് ഇവൻ്റ് ടൈപ്പ് ഓൺ ഫോം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ പോപ്പപ്പ് ബ്ലോക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒഴിവാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. ഓൾവേസ് എലോ പോപ്പപ്പ് കൊടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. ഒന്നുകൂടി സേവ് ചെയ്ത് കൊടുത്ത് നോക്കാം. നമുക്കൊന്നുകൂടി ഓതറൈസേഷൻ കൊടുക്കാനുണ്ട്. അഡ്വാൻസ്ഡ് എടുക്കാം. ഗോ ടു കോഡ് അൺസേഫ് കൊടുക്കുക. എലോ കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ട്രിഗർ സെറ്റ് ചെയ്തു. ഇനി നമ്മളുടെ ഈ ഗൂഗിൾ ഫോം ലിങ്ക് ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻസ് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മെയിലിലേക്ക് അവരുടെ എക്സാമിൻ്റെ റിസൾട്ട് പോകുന്നതായിരിക്കും. ഇനി നമുക്കിത് പബ്ലിഷ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എനിവൺ വിത്ത് ദ ലിങ്ക് എന്നുള്ളത് കൊടുക്കുക. പബ്ലിഷ് കൊടുക്കുക. ഇനി പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലിങ്ക് കോപ്പി റെസ്പോണ്ടേഴ്സ് ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം.
വേണമെങ്കിൽ ആ URL ഒന്ന് ഷോർട്ടൺ ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യാം. ഇനി നമുക്കിതിലൊരു ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 105 എന്നുള്ളൊരു രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് ഒരു ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ ഞാനത് 105 കൊടുക്കുന്നത്. 105 കൊടുത്തു. അതുപോലെ മെയിൽ ID officegurukulam@gmail.com എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് റിസൾട്ട് നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നതായിട്ട് കാണാം. ഇതിൽ ഹലോ വിജയ്, ദ എക്സാം റിസൾട്ട്സ് ആ രജിസ്റ്റർ നമ്പർ, സബ്ജക്റ്റ്, ടോട്ടൽ, ഇങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വേറൊരു രജിസ്റ്റർ നമ്പർ കൂടി കൊടുത്തു നോക്കാം. ഞാൻ 105 കൊടുത്തത്, 110 കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇതവിടെ പുതിയ മെയിൽ വന്നു. 110 ഇതിലുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ വന്നു. അതുപോലെ നമ്മളുടെ മെയിൽ ID ഏതാണ് കൊടുക്കുന്നത്, രജിസ്റ്റർ നമ്പർ ഏതാണ് കൊടുക്കുന്നത്, ആ മെയിൽ IDയിലേക്ക് നമ്മളുടെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി എക്സാം റിസൾട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഫോമും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.